ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എങ്കിലും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. പാപത്തിലകപ്പെട്ട മനുഷ്യരെ ദൈവത്വങ്കിലേക്ക് മടക്കി വരുത്തുവാൻ യേശുക്രിസ്തു മരിച്ചു എങ്കിലും അത് വിശ്വസിച്ചേറ്റെടുക്കുവാൻ തയ്യാറല്ലാത്തവർ തള്ളപ്പെടുക തന്നെ ചെയ്യും. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഫലമായി സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തമായതായി റോമർ 5 പറയുന്നു. ആദാമിൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ യേശുക്രിസ്തു എന്ന ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അതായത് ക്രൂശുമരണത്തിലുള്ള നീതിയാൽ സകല മനുഷ്യർക്കും നീതീകരണം വന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുമെന്ന് 1 കൊരിന്ത്യർ 15:22 കാണുന്നു. ക്രൂശിൽ മരിച്ചടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ പാപപരിഹാരം വരുത്തുകയും നമുക്ക് വിരോധമായി ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരുന്ന ന്യായവിധിയെ തൻ്റെ രക്തത്താൽ മായ്ക്കുകയും ചെയ്തു. ന്യായപ്രമാണത്തിന് കീഴിലുള്ള അടിമത്തം തീരുവാനും ക്രിസ്തുയേശുവിൽ നമുക്ക് പുത്രത്വം എന്ന പദവി ലഭിക്കുവാനും ഇടയായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ കാണുന്നു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നുള്ള ക്രിസ്തുവിൻ്റെ വചനത്തിൽ നാം ഓർക്കേണ്ട കാര്യം, നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് us.